ഇരുൾ നിറഞ്ഞ ഈ ലോകത്ത് വഴികാട്ടിയായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ നോട്ടം മാറിയാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമത്രേ. അവിടെ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയപ്പെടുന്ന അവർ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്വാൻമാരെ കുറിച്ചാണ് അപ്രകാരം ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിദ്വാൻമാരാരാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് അവർ ജ്ഞാനികളാണ് എന്നുള്ളതാണ്. വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം ഒരു നിമിഷം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തൻ്റെ ജനത്തിൻ്റെ രക്ഷകനായി തീരുന്ന ഒരു രാജാവ് വരുമെന്നുള്ള പഴയ നിയമത്തിൽ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം നൽകിയിരുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിനായി ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യെഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചത് അറിഞ്ഞ് യേശുവിനെ നമസ്കരിപ്പാൻ നക്ഷത്രം പിന്തുടർന്ന് കടന്നു വന്ന വിദ്വാൻമാർ തങ്ങളുടെ ലക്ഷ്യം തെറ്റി കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എങ്ങനെ അവരുടെ ലക്ഷ്യം തെറ്റി? യാത്രാമധ്യേ അവരുടെ നോട്ടം അവരെ അതുവരെ നയിച്ച നക്ഷത്രത്തിൽ നിന്ന് മാറിപ്പോയതാണോ അതിന് കാരണം? അതോ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കുമെന്ന ചിന്തയിൽ അവർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നതാണോ? അത് നമുക്കറിയത്തില്ല. അതവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ വേദഭാഗം നമ്മളോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇരുൾ നിറഞ്ഞ ആ അവസ്ഥയിൽ നക്ഷത്രം വിദ്വാൻമാർക്ക് യേശുവിൻ്റെ അടുക്കിലേക്കുള്ള വഴികാട്ടി ആയതുപോലെ ഇരുൾ നിറഞ്ഞ ഈ ലോകത്ത് വഴികാട്ടിയായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ നോട്ടം മാറിയാൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുവാനിടയായിത്തീരും. നാം എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ മാറിപ്പോകുവാനിടയായിത്തീരും. വിദ്വാൻമാർ തെറ്റായ സ്ഥലത്ത് എത്തിച്ചേർന്ന നിമിത്തമായി അവിടെ പല പ്രശ്നങ്ങളും ഉടലെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുവല്ലോ. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ യാത്ര അനുദിനം ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇരുൾ നിറഞ്ഞ ലോകത്ത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനാടിസ്ഥാനത്തിൽ നമ്മുടെ യാത്ര ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാലടികൾ അവൻ്റെ പാതയിൽ തന്നെയാണോ എന്ന് ശോധന ചെയ്യുവാൻ നാം തയ്യാറാകണം. ഇല്ല എങ്കിൽ ഈ യാത്രയിൽ ഒരുപക്ഷെ നമുക്ക് ഭൗമികമായ പലതും നേടുവാൻ കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ നീ ആഗ്രഹിച്ച ആ ഡെസ്റ്റിനേഷനിൽ നിനക്ക് എത്തുവാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അതിനാൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ കാലടികൾ അവൻ്റെ പാതയിലാണോ എന്ന്. ദൈവത്തിന് സ്തോത്രം. വായിച്ച കുറിവാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന്. ഇവിടെ പറയപ്പെടുന്ന ആ പദപ്രയോഗം അത് വളരെ ശ്രദ്ധേയമാണ്. അവർ അത്യന്തം സന്തോഷിച്ചു എന്ന പദപ്രയോഗം ഒരു സാധാരണ സന്തോഷമല്ല, ഒരു അത്യന്ത സന്തോഷമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യ ജീവിതത്തിൽ സാധാരണ സന്തോഷവുമുണ്ട്, അത്യന്തം സന്തോഷവുമുണ്ട്. മനുഷ്യർക്കാർക്കും നൽകുവാൻ കഴിയാത്ത സന്തോഷമാണ് അത്യന്ത സന്തോഷം. എന്താ അത്യന്തം സന്തോഷിക്കുവാനുള്ള കാരണം? അവരെ മുന്നോട്ട് നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ആ നക്ഷത്രമാണ്. അതായത് ഇവിടെ ഒരു ദിശാസൂചിയായിട്ട് ആ നക്ഷത്രം പ്രവർത്തിക്കുകയായിരുന്നു. അവർ നക്ഷത്രത്തെ കണ്ടായി ഇറങ്ങിയത്. എന്നാൽ അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവർക്ക് ആ നക്ഷത്രത്തെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ കൊട്ടാരം വിട്ട് ഇറങ്ങിയപ്പോൾ ആ നക്ഷത്രത്തെ അവർക്ക് കാണുവാനിടയായി. അത് നിമിത്തം അവർ അത്യന്തം സന്തോഷിപ്പാനിടയായി. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്ത് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട രീതിയിൽ അനുഗമിച്ചിട്ട് ഇന്ന് ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ കഴിയാതെ ആത്മീക അന്ധരായി കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടേണ്ട പകൽക്കാലമാണിന്ന്. നിന്റെ ജീവിതയാത്രയിൽ എവിടെ തെറ്റിപ്പോയോ അവിടെ നിനക്ക് മടങ്ങി വരാൻ കഴിയുന്നുവെങ്കിൽ ഉദയ നക്ഷത്രം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിവായി വരുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലവും ചിലരുടെ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുക. നീ ഈ വചനത്തിൻ്റെ മുമ്പിൽ നിന്നെ അതിനെ സമർപ്പിച്ച് മടങ്ങി വരാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതം പിന്നെയും സ്വർഗീയ സന്തോഷത്താൽ നിറയുവാൻ ഇടയായിത്തീരും.
പ്രിയമുള്ള ദൈവവൈദ്യരെ, ആ നക്ഷത്രത്തെ ശരിയായ രീതിയിൽ അവർ അനുഗമിച്ചിരുന്നു എങ്കിൽ അവർക്ക് തെറ്റു പറ്റത്തില്ലായിരുന്നു. എന്നാൽ കുറേ നേരത്തേക്ക് അവർക്ക് ആ നക്ഷത്രത്തെ കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ട്, അവരുടെ നോട്ടം മാറിപ്പോയതുകൊണ്ട് അവർ തെറ്റായ സ്ഥലത്ത് എത്തുവാനിടയായതുപോലെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നാം അനുഗമിക്കുന്ന ഉദയ നക്ഷത്രമായ ക്രിസ്തുവിൽ മാത്രം നോക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് തയ്യാറാകുന്നു എങ്കിൽ നാം ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ സന്തോഷത്തിൽ പ്രവേശിപ്പാൻ ഇടയായിത്തീരും. അതിനായി കർത്താവ് അവർക്കും കൃപ നൽകുമാറാകട്ടെ.